പിയിലെ ഫത്തേപൂരിൽ ഇന്നലെ നവാബ് അബ്ദുസ്സമദിൻ്റെ സർക്കാർ സംരക്ഷിത സ്മാരകം അടിച്ചു തകർക്കുന്ന ഗുണ്ടാപ്പടകളെ സംരക്ഷിക്കുന്ന പോലീസിനെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് ഇവിടെ കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികന്മാർ പറയൂ, ഇന്ത്യയിൽ എവിടെയാണ് നരേന്ദ്രമോദി സർക്കാർ നീതി നടപ്പാക്കുന്നത്? അന്യമതസ്ഥരുടെയും അവരുടെ സ്ഥാപനങ്ങളെയും കൂട്ടത്തോടെ നശിപ്പിക്കലല്ലേ ഈ രാജ്യത്ത് BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണം? അല്ലെന്ന് കേരളത്തിൽ ഏതെങ്കിലും വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികന്മാർക്കൊന്ന് പറയാമോ? പ്രിയമുള്ളവരെ, എൻ്റെ ഈ വർഗീയ ശക്തികളുള്ള പോരാട്ടത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. കേരളത്തിലെ RSS BJP സംഘപരിവാർ സംഘടനകളോടും അവർക്ക് വേണ്ടി യൂട്യൂബുകളിലൂടെയും TV ചാനലുകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയുമൊക്കെ വർഗീയ വിഷത്തിൻ്റെ കൊടുങ്കാറ്റൂതി വിടുന്ന ഇവിടെ ശ്രീജിത്ത് പണിക്കരും TG മോഹൻദാസും പോലെയുള്ള വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തിക രാക്ഷസന്മാരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഫത്തേപൂരിലെ BJP ജില്ലാ സെക്രട്ടറി നവാബ് അബ്ദുസ്സമദിൻ്റെ സ്മാരക സ്ഥലം 1000 വർഷങ്ങൾക്ക് മുമ്പ് അമ്പലമായിരുന്നെന്നും അത് തകർക്കണമെന്നും പറഞ്ഞപ്പോൾ ഓടിക്കൂടി അത് അടിച്ചു തകർക്കുന്ന ഗുണ്ടാപ്പടയുടെ പേരാണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇത്തരമൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർക്ക് രാജ്യം ഭരിക്കാൻ എന്താണ് യോഗ്യത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തുള്ള സകല ജീവികളിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്നതിന് ചില വികാരങ്ങളുണ്ട്. ദയ, കരുണ, സഹാനുഭൂതി, ആത്മാർത്ഥത, സത്യസന്ധത, ധാർമ്മികത, നീതിബോധം, വിവേകം, ഇതൊക്കെയാണ് അത്തരം വികാരങ്ങൾ. അത്തരം വികാരമുള്ള മനുഷ്യർ മൃഗങ്ങളെപ്പോലെ പെരുമാറാൻ, അതും വളരെ സംസ്കാര സമ്പന്നമായ ഇന്നത്തെ ആധുനിക ലോകത്ത് പ്രാകൃത ജനക്കൂട്ടത്തെ പോലെ പെരുമാറാൻ, ഗുണ്ടാപ്പടകളാകാൻ കഴിയുന്നുവെങ്കിൽ അവരെ നമ്മൾ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയുമോ? അവർ തീർത്തും മൃഗക്കൂട്ടങ്ങളാണെന്ന് മാത്രമാണ് ഈ വർഗീയ ഫാസിസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, കരുതുന്നത് പോലെ ഇവർ വളരെ നല്ല മനോഹരമായ രാഷ്ട്രീയ പാർട്ടിയാണ്, ഇവിടെ ജനാധിപത്യം കൊണ്ടുവരുമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് ശുദ്ധമായ മണ്ടത്തരമാണ്. വാസവദത്തയുടെ വേദപ്രസംഗം പോലെ സകലതും ന്യായീകരിച്ചു മറിക്കുന്ന വർഗീയ ന്യായീകരണ സൈദ്ധാന്തികരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രാകൃത മൃഗക്കൂട്ടങ്ങളെ, ഈ ഗുണ്ടാപ്പടകളെ നിങ്ങൾ ആധുനിക മനുഷ്യരാക്കാതെ, ആധുനിക വസ്ത്രം ധരിപ്പിക്കാതെ അവരെ മരവുരി ഉടുപ്പിച്ച് നടത്തിക്കൊണ്ട് നിങ്ങളെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയും. അതല്ലാതെ പാൻറ്റും കോട്ടും സൂട്ടും സാരിയും ബ്ലൗസും ധരിച്ച് ആണും പെണ്ണും അടക്കം ഈ അക്രമപ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിങ്ങൾ മനുഷ്യരെന്ന് വിളിച്ചാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവർ മനുഷ്യരല്ല, ഇവർ മൃഗക്കൂട്ടങ്ങളാണെന്ന് ഞാൻ വർഗീയ സൈദ്ധാന്തികരോട് ആവർത്തിച്ച് പറയുന്നു. ഇനി അതുപോലെ മറ്റൊരു വിഷയമെന്ന് പറയുന്നത്, നമ്മുടെ രാജീവ് ഗാന്ധി വോട്ടുകൊള്ള വെളിപ്പെടുത്തിയപ്പോൾ ഇവിടെ TG മോഹൻദാസ് എന്ന ആ വൃത്തകേസരി വർഗീയ സൈദ്ധാന്തിക മഹാനായ വൃത്തകേസരി ഇവിടെ നടത്തിക്കൂട്ടിയ ഒരു വീഡിയോ ഞാൻ കണ്ട് അന്തം വിട്ടുപോയി. അദ്ദേഹം കുറേ ന്യായീകരണങ്ങൾ നടത്തിക്കൂട്ടി ഈ കുറേ പൊട്ടന്മാരെ ഇരുത്തി പൊട്ടം കളിപ്പിച്ച അദ്ദേഹത്തോട് ആ വർഗീയ സൈദ്ധാന്തികനായ മൂപ്പിന്നിനോട് ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരത്ത് സുരേഷ് ഗോപിയുടെ വോട്ടുകൊള്ളയെക്കുറിച്ച് താങ്കൾ അറിഞ്ഞില്ലേ? ആ വോട്ടുകൊള്ള ഇവിടെ കേരളീയർ വെളിച്ചത്ത് കൊണ്ടുവരും. ഉത്തരേന്ത്യയിൽ അപരിഷ്കൃതരും അക്ഷരശൂന്യരുമായ മനുഷ്യരല്ല കേരളീയർ. സംസ്കാര സമ്പന്നരായ കേരളീയർ സുരേഷ് ഗോപിയുടെ വോട്ടുകൊള്ള വെളിച്ചത്ത് കൊണ്ടുവന്ന് സുരേഷ് ഗോപി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നാൽ തൻ്റെ ഈ പുഴുത്ത വർഗീയ വിഷം തുപ്പുന്ന നാവൊന്നടക്കി വയ്ക്കാൻ തനിക്ക് കഴിയുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അതുപോലെ തന്നെ താങ്കൾ മഹാസൈദ്ധാന്തികനായ താങ്കളോട് ഞാൻ ഒന്ന് പറയട്ടെ,
1000 അടി താഴ്ചയിൽ സത്യത്തെ കുഴിച്ചിട്ടാലും ഒരു നാളത് ഉയർത്ത് വരും എന്ന സത്യം TG മോഹൻദാസ് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.